കസ്തൂരിരംഗൻ വിഷയത്തിൽ കേന്ദ്രത്തോട് ഇളവ് ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗ തീരുമാനം. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ 9107 ഹെക്ടറായി നിജപ്പെടുത്താനും തീരുമാനം. തൃശൂർ പൂരം ആചാരാനുഷ്ഠാനങ്ങളോടെ തുടരും. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രത്തെ അറിയിക്കും. ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക മന്ത്രിസഭായോഗവും ചേരും. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, ഇന്നത്തെ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെ? മനു, ഇന്നത്തെ മന്ത്രിസഭായോഗം പ്രധാനമായും ചർച്ച ചെയ്തത് കസ്തൂരിരംഗൻ വിഷയത്തിലെ കാര്യമാണ്. കാരണം കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിന്റെ കാലാവധി മാർച്ച് മാസം 6-ാം തീയതി അവസാനിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ സമീപിക്കുന്നതിനാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേരള സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് പാരിസ്ഥിതിക കാര്യങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഇളവ് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് കേന്ദ്രത്തോട് ഉന്നയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധി എന്ന് പറയുന്നത് 9107 ഹെക്ടർ എന്നുള്ളതിൽ നിജപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യവും കേന്ദ്രത്തിന്റെ മുന്നിൽ വെക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. മറ്റൊരു കാര്യം ഇന്നത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. തൃശൂർ പൂരം ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്താൻ തന്നെയാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും കേന്ദ്രത്തെ ധരിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പൂരം നടത്തേണ്ടതില്ല എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു പ്രശ്നവും അതുപോലെ നാളെ തന്നെ തൃശൂർ ഹർത്താലുമായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തത്. മറ്റൊന്ന്, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ ചർച്ചയ്ക്കായി വന്നമായ ചർച്ച വേണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് റിപ്പോർട്ട് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇതിനു മാത്രമായി ഒരു പ്രത്യേക മന്ത്രിസഭായോഗം ചേരാം എന്നാണ് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ശരി, സുനിൽ അരുമാനൂരാണ് വിശദാംശങ്ങൾ നൽകിയത് മന്ത്രിസഭായോഗത്തിന്റെ ഇന്നെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചുള്ള.